കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയുടെ പേരാണ് പുതുയുഗ യാത്ര. ആ യാത്രയുടെ സമാപന വേളയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വന്നിരുന്നു. വരിക മാത്രമല്ല, പ്രസംഗിക്കുകയും ചെയ്തു. കേരളത്തിന് 5 വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ആ ഒരു പ്രസംഗത്തിന്റെ ഇടയ്ക്ക് CJP എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി. ആ CJP എന്ന പരാമർശത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് CPM നേതാക്കളായ ജോൺ ബ്രിട്ടാസും സന്തോഷ് കുമാറും. അദ്ദേഹം നടത്തിയ പരാമർശം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, ഇറ്റ് ഈസ് ദ CJP. അത് CJP എന്ന് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനെ ഇല്ലാതാക്കാനായിട്ട് ഇവിടത്തെ CPIയും BJPയും ഒരു ഹിഡൻ അജണ്ട പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി CJP എന്ന് ഇവരെ രണ്ടുപേരെ മെൻഷൻ ചെയ്തതെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The same way Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഈ ട്രംപ് മോദിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ പ്രകാരമാണ് പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും. Everybody knows this. ഇതിന്റെ കാരണം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. In fact, if you seriously go and ask workers of the CPM this question, they will admit that what I am saying is correct. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട്, കേരളത്തിലെ തൊഴിലാളികളോട്, അവരുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala or the politicians of Kerala. കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമെതിരെ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമെതിരെ നീങ്ങാൻ അവർ മുന്നോട്ട് വരാത്തത് എന്നുള്ളതും ഈ അവസരത്തിൽ. I've got 36 cases on me. I've got 36 cases on me. 36 cases. 36 കേസാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ രംഗത്തുള്ളത്. 36 കേസാണ് ഈ രാജ്യത്ത് എനിക്കെതിരെ ഇതിനകം അവരെടുത്തിട്ടുള്ളത്. I have been interrogated by the ED for 55 hours continuously. 55 മണിക്കൂർ ദീർഘമായ സമയം എന്നെ ഇരുത്തി വിചാരണ ചെയ്യാനും ഈ ED തയ്യാറായിട്ടുണ്ട്. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തുകൊണ്ടാണ് ED മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനങ്ങാപ്പാറ നയത്തോടെ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത്? And the reason is that they are working together. കാരണം വളരെ വ്യക്തമാണ്, അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, it is the CJP. അത് CJP എന്നുള്ളതാണ്. അവർ കൂട്ടുചേർന്നുകൊണ്ടുള്ള, പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള. Everybody knows that they are partners. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ഘടകകക്ഷികളെ പോലെയാണ്. And everybody knows that they are working together in Kerala to defeat the UDF. അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് അവർ രണ്ടു കൂട്ടരും UDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചു എന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. I also want to ask, കേട്ടല്ലോ, രാഹുൽ ഗാന്ധിക്കെതിരെ 36 കേസുണ്ടെന്നും അതിലെ ഒരു കേസ് പോലും ഇവിടെ ഇത്രയും പരാമർശിക്കപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കുമെതിരെ എന്തുകൊണ്ട് ED ഒരു കേസ് പോലും എടുക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഈ ഒരു വർത്തമാനത്തിന് അല്ലെങ്കിൽ ഈ ഒരു പരാമർശത്തിന് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസും സന്തോഷ് കുമാറും. ഇന്ത്യ സഖ്യത്തിലാണ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കാതിരിക്കും? 2004 ലോക്സഭാ ഇലക്ഷന് 20-18 സീറ്റും നേടി LDF വൻ വിജയം നേടിയിരുന്നു. എന്നാൽ അവരെന്താണ് ജനങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് അറിയണമോ? ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജനങ്ങൾ ഏറെ വെറുക്കപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയെ തന്നെ അവിടെ പോയി സപ്പോർട്ട് ചെയ്തു.
കോൺഗ്രസ് അധികാരത്തിൽ വരാനും മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാനും നല്ലൊരു പങ്കാണ് ഇവിടുന്ന് ജയിച്ചു പോയ MP-മാർ ചെയ്തത്. ഇതിന്റെ പരിണിത ഫലമായിട്ട് ജനങ്ങൾ തിരിച്ചൊരു മധുര പ്രതികാരം വീട്ടി. എന്താണെന്നോ, 2009 ഇലക്ഷന്, അതായത് 2004 18 സീറ്റിലും വിജയക്കൊടി പാതിച്ച LDF-ന്റെ അവസ്ഥ 2009 വന്നപ്പോൾ 4 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയി. ഇതാണ് ജനങ്ങളുടെ മധുര പ്രതികാരം. 2024 ലോക്സഭാ ഇലക്ഷന് എന്താണ് ഉണ്ടായത്? 2004 18 സീറ്റിൽ വിജയിച്ച LDF 2009 ആയപ്പോൾ 4 സീറ്റിലായി. എന്നാൽ 2024 വന്നപ്പോഴോ 1 സീറ്റിലേക്ക് മാത്രം വിജയക്കൊടി പറിച്ചു. എന്താ അവസ്ഥ അല്ലെ? അത് വേറൊന്നും കൊണ്ടല്ലാട്ടോ, ഇന്ത്യ സഖ്യത്തിൽ ചേർന്നതും നല്ല രീതിയിൽ ജനങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത, അല്ലെങ്കിൽ ജനങ്ങൾ അത്രമേൽ വെറുത്ത കോൺഗ്രസിനെ തലയിൽ ചുമന്നുകൊണ്ട് നടന്ന സഖാക്കൾക്ക് ഇപ്പോൾ എന്തായി? ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി തന്നെ നിങ്ങളെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങളുടെ മുഖ്യൻ, അതായത് നമ്മുടെ ഇരട്ടച്ചങ്കെന്ന് നിങ്ങൾ സ്വയം ചാപ്പ കൊത്തിയ പിണറായി വിജയനെ പോലും തള്ളി പറഞ്ഞൊരവസ്ഥ ഉണ്ടായില്ലേ? ജോൺ ബ്രിട്ടാസൊക്കെ ഇത് എങ്ങനെ സഹിക്കും? കാരണം ജോൺ ബ്രിട്ടാസിനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും രാഹുൽ ഗാന്ധിനെ എതിർത്ത് പറയാൻ പോലും പറ്റുകയില്ല. കാരണം അടിമകളെന്നും അടിമകൾ തന്നെയാണ്. അതാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് ഇത്രമേൽ ഇഷ്ടമല്ല, വെറുത്തു എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ അവരെ തന്നെ പിന്താങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ നിന്നൊരു മോചനം ഉണ്ടാവുകയില്ല. പക്ഷേ ജനങ്ങൾക്ക്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബോധം വന്നത്. ഇവിടെ 2 രീതിയിൽ മത്സരിക്കുമ്പോൾ LDF-ലെ ജയിപ്പിച്ച് വിട്ടിട്ടും വലിയ കാര്യമില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? കോൺഗ്രസിന് ലോക്സഭ ഇലക്ഷന് വോട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും നിങ്ങൾക്കൊരു മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ സഖാക്കന്മാരെ. രാഹുൽ ഗാന്ധിയുടെ CGP പരാമർശത്തിൽ ദേഷ്യവും അരിശവും പൂണ്ട് അവിടെ ചെന്ന്, അതായത് പാർലമെന്റിൽ ചെന്ന് ഇന്ത്യ സഖ്യത്തിന് അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇനി നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല? ഇതല്ലേ നിങ്ങളുടെ പരാജയം, ഏറ്റവും വലിയ പരാജയം. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ 2 പേരുടെയും ഒരേ മാനിഫെസ്റ്റോ ആണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ എതിർക്കാൻ പണ്ടേ സാധിക്കുമായിരുന്നല്ലോ.